ഗവർണർ അദ്ദേഹം യാത്രയായി. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും കുടുംബാംഗവും സഹോദരനും ഒക്കെ ആയ ശ്രീ പ്രിയദർശൻ, മറ്റു വേദിയിലും സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരും സ്നേഹമുള്ള സഹോദരി സഹോദരൻ, വൈകി എത്തിയതിലും ക്ഷമിക്കണമെന്ന് തിരുവനന്തപുരം നഗരത്തിലൊരു വലിയ ഹോട്ടലിൻ്റെ ജാഥ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പോയവരെല്ലാം പല സ്ഥലത്തും പെട്ടു. ഞാനും നന്ദുവുമായിട്ടൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയതാണ്. വളരെ ട്രാഫിക്കിൽ കുടുക്കപ്പെട്ടിയാണ് വൈകി പോയത്, ക്ഷമിക്കുന്നത്. നസീർ സാറിനെ സംബന്ധിച്ച് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നസീർ സാറാണ്. കാരണം ഞാൻ സിനിമ കണ്ടതും ആരാധിച്ചതും, ആദ്യമായി ഒരു സിനിമാ നടനെ ആരാധിച്ചത് നസീർ സാറാണ്. അത് കഴിഞ്ഞ് ജയനെ ആരാധിച്ചു. പിന്നീട് സിനിമയിൽ വന്നപ്പോൾ നസീർ സാറിനോടൊപ്പം അഭിനയിക്കാൻ, ഇന്ന് പ്രിയനെ ഈ സമ്മാനം കിട്ടുമ്പോൾ, ഈ പുരസ്കാരം നൽകുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ അവസരം തന്നതാണ് പ്രിയദർശൻ. അദ്ദേഹത്തിൻ്റെ കടത്തനാടൻ അമ്പാടി എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. അന്ന് ഏറ്റവും വലിയൊരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം, ഞങ്ങളെല്ലാവരും അന്ന് കുറച്ച് ചെറുപ്പമാണ്, സാറ് സീനിയറാണ്. അപ്പോൾ സാറ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒരു സമപ്രായക്കാരെ പോലെ സൗഹൃദത്തോട് കരുതുന്നത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നെങ്കിലും എന്നോടും അദ്ദേഹം രാഷ്ട്രീയം പറയുമായിരുന്നു. എനിക്കെന്ത് രാഷ്ട്രീയമൊന്നുമില്ല, എന്നാലും രാഷ്ട്രീയം അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായ ഒരു കാലഘട്ടം, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊക്കെ ഒരു പ്രചരണം വന്നൊരു കാലഘട്ടത്തിലാണ്. ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സന്ധ്യയാകുമ്പോൾ എല്ലാവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് വരും, പലരും പല സ്ഥലത്തായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടേജിൻ്റെ വെളിയിലേക്ക് വിളിപ്പിക്കും. ഞങ്ങളും അവിടെ വേറൊരു കോട്ടേജിലാണ് താമസിക്കുന്നത്. അപ്പം നസീർ സാറിൻ്റെ കോട്ടേജിനോട് വിളിപ്പിക്കും. അത് ഒറ്റയ്ക്കേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ വരാന്തയിലേക്ക് ഇരിക്കും, ഇരുന്നിട്ട് എന്നോട് രാഷ്ട്രീയം സംസാരിക്കും. രാഷ്ട്രീയം സംസാരിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം രാഷ്ട്രീയത്തോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ വിജയമാവുമായിരുന്നു. കാരണം മനുഷ്യനോട് ഇത്രയും സത്യസന്ധമായ സ്നേഹമുള്ളൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പലർക്കും സ്നേഹം അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട്, നമ്മളെ തൊടുന്നതും തലോടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയവുമില്ലാതെ, ഒരു കാര്യമില്ലെങ്കിലും തൻ്റെ മുന്നിൽ വരുന്ന വ്യക്തികളോടും ഏറ്റവും സ്നേഹത്തോടെ, കരുണയോടെ, മര്യാദയോടെ, മാന്യതയോടെ പെരുമാറുന്ന അദ്ദേഹത്തെ പോലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ. ഒരാൾക്ക് കുറച്ചു നേരമൊക്കെ നല്ല കുഞ്ഞായിട്ട് അഭിനയിക്കാം, പക്ഷേ ജീവിതം മുഴുവൻ മാന്യതയുടെ പര്യായമായിരുന്നു നസീർ സാർ. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആളുകളോട് ആനന്ദനെ അറിഞ്ഞ് പെരുമാറുക എന്നാണ് പറയുക. ഏതൊരു വ്യക്തി വന്നാലും, എത്ര സാധുവായൊരു വ്യക്തി വന്നാലും, അയാളുടെ സ്ഥാനമാനങ്ങൾക്കപ്പുറം ആ വ്യക്തിയെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിനെ കാണുന്ന കാലത്ത് ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാണ് ആദ്യം കാണുന്നത്. അച്ഛനോടൊപ്പം എൻ്റെ വീട്ടിൽ, കൊട്ടാരക്കര വീട്ടിൽ വന്നത് അന്ന് ആണ് ഞാൻ കാണുന്നത്. പിന്നെ വിമാനത്തിലൊക്കെ അച്ഛനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, മദ്രാസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ കാണാം. അദ്ദേഹം ഒരു വളരെ സ്നേഹനിധിയായി എല്ലാവരോടും, ഒരു ആള് വലിയ ആളാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല, ആരാണ് എന്താണെന്ന് മനസ്സിലാക്കി അവരോട് സ്നേഹത്തോട്. എല്ലാവരും ഇപ്പോൾ സിനിമയിലൊക്കെ പല ആൾക്കാരും ഉണ്ട്. നമ്മൾ ചുമ്മാ ചോദിച്ചാൽ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പോലും അറിയില്ല, ഗവർണർ പേര് ചോദിച്ചാൽ അറിഞ്ഞില്ല, കണ്ടാൽ തിരിച്ചറിയില്ല. അങ്ങനെയുള്ള ആളുകളോട് ഒരു ഗമയായി കരുതുന്ന ഒരു കാലമാണത്. അങ്ങനെയൊക്കെ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാതെ, അതിന് നമ്മളൊരു വകതിരില്ലാത്ത പെരുമാറ്റം എന്ന് പറയില്ല. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഗവർണറെ കണ്ടാൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാത്ത ചില സിനിമാക്കാരുണ്ട്. അറിയാമായിരിക്കും, ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞിട്ട് നടിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം ഓരോ വ്യക്തിയും അദ്ദേഹം അറിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു വിഷമവുമില്ല. കാരണം ആളുകൾ എന്തെങ്കിലും ഒരിക്കൽ ഒരു വലിയ അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്, സത്യമാണെന്ന് അറിയാം. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ അതൊരു മാഗസീനിൽ എഴുതിയതാണ്. അതുകൊണ്ട് സിനിമ വാച്ചിലാണ്ട് സിനിമ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നസീർ സാർ അടുത്ത സീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നസീർ സാർ പറഞ്ഞു, ഞാനിങ്ങനെ കുറച്ച് സിനിമയിലൊക്കെ ഉണ്ട്. ഓ, സിനിമാ നടനാണല്ലേ. പ്രേം നസീർ എന്ന മഹാനടനെ, മലയാളിയാണ്, അറിയില്ല എന്ന് നടിച്ച ആ വ്യക്തി എത്രത്തോളം സംസ്കാരമില്ലാത്തത്. കാരണം റോഡിൽ ഇറങ്ങിയാൽ ഇത്തപ്പോഴില്ല, അന്ന് റോഡിൽ ഇറങ്ങിയാൽ നസീർ സാറിൻ്റെ പോസ്റ്റേ കാണാം. അപ്പം അങ്ങനെയുള്ള മുമ്പുള്ള ആളുകളോട് പോലും വളരെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു സിനിമാ നടനാണ്, എന്ന് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് എന്ന് പറയാനുള്ള ഒരു ലാളിത്യവും മര്യാദയും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. കാരണം വേറെ ആളാണെങ്കിൽ നമുക്കത് ഇൻസൾട്ടായിട്ട് തോന്നും. കാരണം ഇത്രയും പ്രഗത്ഭനായ, ഇത്രയും പ്രശസ്തനായ മലയാള സിനിമ തന്നെ അദ്ദേഹമാണ്. അദ്ദേഹത്തെ അറിയാമോ, ആരാണ് ചോദിക്കുക, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അയാളുടെ ഈ ചോദിച്ചാലുള്ള ഒരു വിവരമില്ലായ്മയെ പറ്റി മാത്രമേ കാര്യങ്ങൾ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അദ്ദേഹം സമൂഹത്തെ നന്നായി അറിഞ്ഞു. പാവപ്പെട്ടവരുടെ സങ്കടം അറിഞ്ഞു. മദ്രാസിലാണ് ജീവിച്ചെങ്കിലും അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചു. കേരളത്തിലെ ആളുകളെ അറിഞ്ഞു, കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിഞ്ഞു. അദ്ദേഹത്തെ രാഷ്ട്രീയം സംസാരിക്കുന്ന പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, അദ്ദേഹം രാഷ്ട്രീയം പറയുന്ന വളരെ ശരിയായ രാഷ്ട്രീയമാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ ഒരു വലിയ വിജയമാവുകയാണ്.
അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ നന്മ, ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് അക്കാര്യത്തിൽ ഭാഗ്യമുണ്ടായി. പക്ഷെ സിനിമയിലുള്ള ഒരുപാട് ആളുകൾക്ക് ആ ഒരു ഭാഗ്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പ്രിയൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലാലേട്ടനായിട്ടൊക്കെ ഭയങ്കര സൗഹൃദമാണ്. കാരണം നമുക്ക് തോന്നും സാറ് നമ്മളെ ബഹുമാനത്തോടെ വയ്ക്കുമ്പോൾ ഒരു സ്വന്തം ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. കടത്തനാടൻ ഒരു നല്ല അനുഭവമായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു നടനെന്ന നിലയിൽ എക്കാലവും മലയാള സിനിമയിൽ ഒരു പാഠപുസ്തകമാണ്. പ്രേം നസീറിന് സത്യം പറയാമല്ലോ, ഈ നസീർ സാറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയണമെന്ന് എന്നെ സമീപിക്കുന്ന ഒരേ ഒരാൾ ഈ സുരേഷ് കുമാറാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു സർക്കാരിൽ നിന്ന് സ്ഥലം അനുവദിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് സുരേഷിന് ഒരു ഉണർവ് വരും. അപ്പോൾ സുരേഷ് ഒരു ബലമുണ്ട്, നമുക്ക് നസീർ സാറിൻ്റെ ഒരു സ്മാരകം പണിയണം. എനിക്ക് യോഗത്തിൽ വെച്ച് പറയാം, നമ്മൾ പലതും ചെയ്തെങ്കിലും നസീർ സാറിൻ്റെ ഒരു സ്മാരകം പണിയണം. അദ്ദേഹത്തിൻ്റെ പ്രതിമയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം. അതായത് പ്രേം നസീറിനെ കുറിച്ച്, മലയാള സിനിമയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു കേന്ദ്രം ഉണ്ടാകണം. അല്ല ഒരു കെട്ടം പണിഞ്ഞ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് കയറിയാൽ പ്രേം നസീർ എന്ന നടനെ കുറിച്ച് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് പഠിക്കാനുള്ള ഒരു, ഞാൻ സിനിമയുടെ മന്ത്രിയായിരുന്നപ്പോൾ ഏതാണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടി കൊണ്ടുവന്നു. ഞങ്ങൾ കവടിയാറിലൊക്കെ സ്ഥലമൊക്കെ നോക്കിയതാണ്. അന്ന് ഈ സത്യം പറഞ്ഞാൽ ഈ ചലച്ചിത്ര അക്കാദമി പോലും ഒരു പ്രത്യേക വിഭാഗം നസീർ സാറിന് വേണ്ടി മാറ്റി വരും. ഒന്നുമില്ലെങ്കിലും പ്രേം നസീർ അഭിനയിച്ച സിനിമകളുടെ ഭാഗങ്ങൾ കാണാം. അപ്പം നമ്മളെ ഒരാൾക്ക് ഒരു ഡോക്ടറേറ്റ് എടുക്കണം, വിഷയം എന്താണ്? പ്രേം നസീർ എന്ന നടൻ. അതൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ വിഷ്വൽ ഇപ്പോൾ അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാം നമുക്ക് കിട്ടും. അത് കാണാനും അദ്ദേഹം വ്യത്യസ്തമായ അഭിനയമാണ്. കാരണം ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ചക്രവർത്തിയായിരുന്ന അദ്ദേഹം മലയാള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള വളരെ മനോഹരമായ റോളുണ്ട്. ഒന്നും വേണ്ട, ഒരൊറ്റ പടം എടുത്തത് പടയോട്ടം എന്നൊരൊറ്റ പടം. അദ്ദേഹത്തിൻ്റെ പടയോട്ടം എന്ന സിനിമ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ശബ്ദ നിയന്ത്രണം, ആ പടയോട്ടം എന്നുള്ള ഒരൊറ്റ സിനിമ നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഇടയ്ക്ക് വന്നൊരു സിനിമയാണ്. പഴയ സിനിമകളൊക്കെ ഉണ്ട്, അതുപോലെയല്ല. ഈ പഴയ സിനിമകളൊക്കെ നിൽക്കട്ടെ, അതെല്ലാം നല്ല സിനിമകളാണ്. പക്ഷെ പടയോട്ടം എന്നൊരൊറ്റ സിനിമയിൽ ഈ രണ്ട് തലമുറകൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അത്ര വലിയൊരു നടനെ അദ്ദേഹത്തിന് മരണാനന്തരം അതിനുള്ള ആദരവ് നമുക്ക് ലഭിച്ചു, അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പലരെയും പേരിൽ സ്മാരകങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് അവഗണിക്കപ്പെടുന്ന എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ രണ്ടുപേരെയാണ് അവഗണിക്കുന്നത്. മലയാള സിനിമയിലെ പ്രഗത്ഭ നടന്മാർ രണ്ടുപേരെയാണ് അവഗണിക്കുന്നത്. ഒന്ന് പ്രേം നസീറിനെ, ഒന്ന് കൊട്ടാരക്കര ശ്രീധരനാണ്. ഈ രണ്ടുപേരെ മലയാള സിനിമ മറക്കാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളാണ്. അത് മറന്നു പറ്റില്ല, അതിന് മുൻകൈ എടുക്കണം. സുരേഷാണ്, ഞാൻ സുരേഷിനോട് തന്നെ പറയുകയാണ്, സുരേഷ് തന്നെ മുൻകൈ എടുത്താൽ നടക്കും. സുരേഷ് ഇക്കാര്യത്തിൽ എപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്ന ഒരു വർഷം ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ സുരേഷ് ഒരു ഓഫീസിൽ വന്നു. അങ്ങനെ ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ സുരേഷ് പറയുന്ന നമുക്കൊരു സ്ഥലം കണ്ടെത്തണം, നസീർ സാറിന് ഒരു സ്മാരകം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും സുരേഷ് മുന്നിലേക്ക് നമ്മളെല്ലാം കൂടെയുണ്ട്, നമുക്കത് ചെയ്യണം. ഈ ഒരു വലിയൊരു സമ്മേളനത്തിൽ വെച്ച് പ്രിയദർശനെ പോലെ മലയാള സിനിമയ്ക്ക് അഭിമാനമായ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന നമ്മുടെയൊക്കെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്ന പ്രിയദർശൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം, ഒരുപക്ഷെ ഹിന്ദി സിനിമകളിൽ ഒരു ഡയറക്ടർ ഏറ്റവും കൂടുതൽ പടം ഡയറക്ട് ചെയ്തിട്ടുള്ള 2ാം സ്ഥാനം പ്രിയദർശൻ. ഇനി 2 സിനിമ കൂടി ഹിന്ദിയിൽ എടുത്താൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ ഹിന്ദി സിനിമ ചെയ്യുന്ന മലയാള സംവിധായക, മറ്റു ഭാഷ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത നടനായി അദ്ദേഹം 2 സിനിമ കൂടി ചെയ്ത, ഹിന്ദിയിൽ 2 സിനിമ കൂടി ചെയ്ത. അപ്പൊ ചെറിയ കാര്യമല്ല. നസീർ സാറിന്റെ പുരസ്കാരം പ്രിയന് കൊടുക്കുമ്പോൾ അത് അർഹതയാണ്. 2 തരത്തിലുണ്ട്. ഒന്ന്, ഈ പുരസ്കാരം ആരുടെ പേരിലുള്ളത് എന്നത് വളരെ പ്രധാനം. അത് വാങ്ങുന്ന ആൾ ആര് എന്ന് 2ാമത്തെ പ്രധാനം. പ്രേം നസീർ എന്ന മഹാനടന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനമായ പ്രിയദർശന് കൊടുക്കുമ്പോൾ ഈ പുരസ്കാരത്തിന്റെ വാല്യൂ വർദ്ധിക്കുക. അല്ലാതെ ഒരു അർഹതയില്ലാത്ത ഒരാൾ പ്രേം നസീർ പുരസ്കാരം വാങ്ങിച്ചാൽ പുരസ്കാരത്തിനും വിലയില്ല, വാങ്ങുന്ന ആളിനും വിലയില്ല. ഇപ്പൊ 2 പേർക്കും വിലയുണ്ടായി. പ്രേം നസീർ പുരസ്കാരം കിട്ടിയത് കൊണ്ട് പ്രിയദർശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം. അതുപോലെ തന്നെ പ്രിയദർശനെ പോലെ ആൾക്ക് കൊടുത്തപ്പോൾ നസീർ സാറിന്റെ പേരിലുള്ള ഈ ഒരു അവാർഡ് വലിയൊരു അവാർഡായി മാറുകയും ചെയ്തു. 2 തരത്തിലും അത് പ്രയോജനം ചെയ്തു. ആരെങ്കിലും ഒരാൾ നസീർ സാറിന്റെ പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അർഹതപ്പെടാത്ത ഒരാൾക്ക് അടിച്ചു കൊടുത്താൽ ഇതിന്റെ വില കൂടും. എപ്പോഴും അങ്ങനെ, എല്ലാ അവാർഡുകളും അങ്ങനെയാണ്. ആൾക്ക് കൊടുക്കുന്നു, ആരുടെ പേരിലുള്ള അവാർഡ് വാങ്ങുന്നു എന്നുള്ള 2 കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിന് നസീർ സാറിന്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങാൻ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ പ്രിയദർശൻ തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ മലയാളിയുടെ പേരെഴുതി ചേർക്കാൻ പ്രിയദർശന് കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് ഇവിടെ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങി നടന്ന പ്രിയദർശൻ പൂച്ചയ്ക്കൊരു മുക്കുത്തി, സുരേഷിന്റെ പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്ന സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പിൽ ഉണ്ണിയിരിപ്പുണ്ട്. പൂച്ചയ്ക്കൊരു മുക്കുത്തിയിൽ ഒരു തമാശ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഉണ്ണി കുറച്ച് ദിവസം പ്രിയന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു ആദ്യം. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ.
അങ്ങനെ ഉണ്ണി അപ്പൊ സുരേഷ് പടമെടുക്കുന്നു പറഞ്ഞാൽ പിന്നെ എല്ലാവരും സിനിമയായി. പ്രിയൻ ഡയറക്ട് ചെയ്യുന്നു, സുരേഷ് പടമെടുക്കുന്നു, പിന്നെ ആർക്കും എന്തു ആകാം എന്ന നിലയിൽ ഉണ്ണി കുറച്ച് ദിവസം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ഷെഡ്യൂൾ 2-3 പോകും. കാരണം സുരേഷ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും സുരേഷ് കൊല്ലത്ത് പോകും, തിരുവനന്തപുരം റെഡ്ഡിയാരെ കാണും. തിരുവനന്തപുരം റെഡ്ഡിയാരെ കണ്ടിട്ട് കുറെ തമാശയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇച്ചിരി പൈസ കൊണ്ടുവരും. അത് അടുത്ത 3-4 ദിവസം ഷൂട്ടിംഗ് ആണ്. അപ്പോൾ തിരുവനന്തപുരം റെഡ്ഡിയാരില്ലെങ്കിൽ സുരേഷ് ഇല്ല. സുരേഷ് കൊല്ലത്ത് പോയി എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ഷൂട്ടിംഗ് തുടരും എന്നാണ്, അല്ലെങ്കിൽ പാക്കപ്പ് ആവുന്നതാണ്. അങ്ങനെ സുരേഷ് പൈസയൊക്കെ മാറ്റുന്നത് ഉണ്ണി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പം ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ സിനിമയെ കുറിച്ചുകൂടി ഓർക്കുമ്പോൾ ഇങ്ങനെ ഉണ്ണി അത്ഭുതപ്പെടേണ്ട, ഉണ്ണി വിഷമിക്കേണ്ട. സിനിമയിൽ ഈ സൈസ് ആളുകൾ ഇന്ന് ഒരുപാടുണ്ടെന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഉണ്ണി പോയിട്ട് രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഉണ്ണിയെ കാണാനില്ല. അപ്പൊ വലിയ സീരിയസ്നെസ് ഒന്നുമില്ല, അതൊക്കെ പ്രിയ ഓർമ്മയിലുണ്ട്, നടക്കും. സുരേഷിന് ഇപ്പൊ ഉണ്ണി വന്നില്ലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഉണ്ണി കുഴപ്പമില്ല. അപ്പൊ ഉണ്ണിയുടെ കണ്ടിന്യൂറ്റി എഴുതിയ പുസ്തകം, അന്ന് കണ്ടിന്യൂറ്റി എഴുതി, ഇപ്പൊ കണ്ടിന്യൂറ്റി എല്ലാം ഫോട്ടോ ആണ്. അപ്പൊ കണ്ടിന്യൂറ്റി എഴുതി വെച്ചിട്ടുണ്ട്. സുകുമാരി ചേച്ചി, ഈ സുകുമാരി ചേച്ചി എങ്ങനെ തലമുടിയിട്ട് നോക്കി മറിച്ചു നോക്കി ഇന്ന സീനിൽ കണ്ടിന്യൂറ്റി. സുകുമാരി ചേച്ചി എന്റെ അമ്മയെ പോലെ തലകെട്ടിയിരിക്കുന്നു. ഉണ്ണി എഴുതി വെച്ചതാണ്. അപ്പൊ ഇതിന്റെ ഉണ്ണിയുടെ അമ്മ അന്വേഷിച്ചു പോകണം. ഉണ്ണിയുടെ അമ്മയെടുത്ത് പോയി അമ്മ എങ്ങനെ തലകെട്ടിയിരിക്കുന്നു, ഉണ്ണിയെ കാണാനില്ല. നോക്കിയിട്ട് വന്ന് സുകുമാരി ചേച്ചിയുടെ തല കെട്ടേണ്ടി വന്നു. അങ്ങനെ തുടങ്ങിയ പ്രിയദർശനും സുരേഷും ഒക്കെ അങ്ങനെ തുടങ്ങിയ പ്രിയദർശൻ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി പടം ചെയ്ത സംവിധായകനായി മാറുന്നു എന്നൊക്കെ പറയുന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. ഇതിന്റെ 100ാമത്തെ സിനിമ ആകാൻ 98 2 പടങ്ങൾ ചെയ്ത 100ആണ്. മലയാളത്തിൽ അത്രയും സിനിമ ചെയ്തൊരു സംവിധാനം ഉണ്ടായാലും മലയാളത്തിൽ പല സംവിധായകർ ഹിന്ദി പോയി ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. ചിലർ പാർലമെന്റിൽ പോകുന്ന പോലെയാണ്. ഭാഷാ പരിമിതി കൊണ്ട് പലർക്കും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല, കഴിവില്ലാത്തതുകൊണ്ടല്ല, ഭാഷാ പരിമിതി. ഇതിന് ഭാഷാ പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഹിന്ദി പടം ചെയ്യാൻ പറ്റുക. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നതുകൊണ്ട് പല ഈ പാർലമെന്റിൽ പോകുമ്പോൾ പലരും ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഭാഷാ പരിമിതിയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഭാഷാ പരിമിതി ഇല്ലാത്തതുകൊണ്ട് പ്രിയദർശൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളെ വെച്ചൊക്കെ സിനിമ ചെയ്യാൻ കഴിഞ്ഞൊരു സംവിധായകനായി. തീർച്ചയായും നസീർ സാറിന്റെ പേരിലുള്ള പുരസ്കാരം പ്രിയദർശൻ കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. എന്നെ സിനിമ അഭിനയിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്നെ മദ്രാസിൽ കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചതും എൻ്റെ രണ്ടാമത്തെ സിനിമ, മൂന്നാമത്തെ സിനിമ പ്രിയദർശൻ സുരേഷിന്റെ പടമാണ്, രാഘുലിൻ ദാഗസരാസി. അത് കഴിഞ്ഞ് എന്നോട് ദിവസം പറഞ്ഞു, നാളെ രാവിലെ എൻ്റെ വീട്ടിലോട്ട് വന്നു. ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഊണ് കഴിച്ചിട്ടില്ല, എൻ്റെ വീട്ടിലോട്ട് വന്ന് മുറി ഡൈനിങ് ഹാളിലേക്ക് തലയിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ റെഡി ആയിക്കോണം, രാവിലെ ഫ്ലൈറ്റിൽ നമ്മൾ മദ്രാസിൽ പോകണം. അങ്ങനെ എന്നെ കൊണ്ട് പ്രിയ മദ്രാസിൽ പോയി. ഇപ്പോൾ എവിടെ താമസം? പ്രിയൻ്റെ മുറിയിൽ തന്നെ താമസം. അപ്പൊ അവിടെ ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതിയാണ് വി ആർ ഗോപാലകൃഷ്ണൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആ സ്ക്രിപ്റ്റൊക്കെ എടുത്തൊന്ന് വായിക്കും, ഷൂട്ടിംഗ് തുടങ്ങാൻ 2 ദിവസം എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു. അതിൽ പ്രധാനപ്പെട്ട വില്ലൻ ഇതെങ്ങനെ ഭയങ്കരം തന്നെ കഥ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, പ്രിയ നാളെ ഷൂട്ടിംഗ് തുടങ്ങില്ലേ, ഏട്ടാ എന്റെ റോൾ എന്തോന്ന് പ്രിയ, നീ തന്നെ രഞ്ജി ആ കഥാപാത്രം. ഞാൻ ഏത് പ്രധാന വില്ലനാ? നീ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയ ആളാണ്. മദ്രാസിൽ എന്നെ കൊണ്ടുപോയി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുപോയ പ്രിയദർശൻ. ആ പ്രിയദർശനെ ഒരു പുരസ്കാരമല്ല, പ്രിയൻ എന്ത് നന്മ വന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ആളാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സമയമാണ്. ഏറ്റവും മഹാനായ ഒരു വ്യക്തിയുടെ നാമത്തിലുള്ള അവാർഡ് പ്രിയദർശനെ കിട്ടിയ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നു. നസീർ സാറിൻ്റെ സ്മാരകം എന്ന ലക്ഷ്യത്തിൽ സുരേഷ് മുമ്പിൽ നിന്നോ ഞാൻ തൊട്ടുകൂടെ ഉണ്ട്. നടത്തണം എന്ന് വിചാരിച്ചാൽ നമ്മൾ നടത്തിയിരിക്കും. നടക്കാത്തത് പലതും നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ഞാൻ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകട്ടെ. അടുത്തൊരു വർഷം ഇത് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുക. നസീർ സാറിൻ്റെ സ്മാരകം അതിൻ്റെ നിർമ്മിതി തുടങ്ങാൻ കഴിഞ്ഞിരിക്കണം. അത് നമുക്ക് സാധിക്കാൻ കഴിയും. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം. കേരള മിനിസ്റ്റർ